പിടിക്കുക. പുള്ളി അവിടെ നേരെ വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന ഒന്നെങ്കിൽ ഓടി രക്ഷപ്പെടുക. പുള്ളി ഒരിക്കലും എന്നെ ഓടി പിടിക്കത്തില്ല. ഈശ്വരവിശ്വാസിയാണല്ലോ. പിന്നെ ഈശ്വരൻ ഇല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഈശ്വരവിശ്വാസം ഇല്ലെന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ലേ. എനിക്ക് ഇവിടെ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരിവിടെ ലോസ്റ്റ് ആയി പോകും. അവർക്കിവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അമേരിക്കയിൽ ഭയങ്കര എല്ലാവരും ഫ്രീ അങ്ങനെയൊന്നുമല്ല. 99% ആൾക്കാർ ഫാമിലി ഓറിയന്റഡ്. 10-20 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കഥയും സംഭവമുണ്ട്. ഞാൻ പൃഥ്വിരാജിനെ വരെയൊക്കെ കോൺടാക്ട് ചെയ്താൽ ഇതിങ്ങനെ വെച്ചിട്ട് അറിയുന്നു ഇവിടെ നിന്ന് എനിക്ക് കറക്റ്റ് ലെങ്താണ്. അതുകൊണ്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകുന്നില്ല. 3 പേരാ ഇത്രയും നേരം എന്നെ ബുദ്ധിമുട്ടിച്ചതല്ലേ. നല്ല പണിയാണ് കിട്ടിയത്. ഇനി എന്ത് ചോട്ടെ അയ്യോ ഇവിടെ കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രയർ ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടോ? അതൊക്കെ ഉണ്ടാവും. അത് മിക്കവാറും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ അവിടെ ആണെങ്കിലും ചെയ്യും. നന്ദി പറയും, ദൈവത്തിനോട് നന്ദി പറയും. ഫുഡ് പിള്ളേരെയും പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുണ്ട്. മൂത്ത മോനൊക്കെ ഭയങ്കര ദൈവവിശ്വാസിയാണ്. ആണല്ലേ? അവൻ അച്ഛനായി പോകരുതെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ വളർന്നുകൊണ്ട് ആള് കുറച്ച് ഒരു ഒന്നുമില്ല. ഇവിടെ അവിടുത്തെ കൾച്ചർ ഉണ്ട്. നമ്മളെ അമേരിക്കയിൽ ഭയങ്കര എല്ലാവരും ഫ്രീ അങ്ങനെയൊന്നും അല്ല. വെരി വളരെ 99% ആൾക്കാർ ഫാമിലി ഓറിയന്റഡ് ആണ്. റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ 1% ഉള്ളു. അതെല്ലായിടത്തും ഉണ്ടല്ലോ. അല്ലെങ്കിൽ അമേരിക്ക എത്രയും അഡ്വാൻസ്ഡ് കൺട്രി ആവുമോ? എല്ലാവരും ലൂസായിട്ട് നടന്നു കഴിഞ്ഞാൽ പീപ്പിൾ മേക്ക് ദ കൺട്രി എന്നാണ്. എല്ലാവരും ലൂസായിട്ട് നടന്നു കഴിഞ്ഞാൽ കൺട്രി ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്തില്ല. ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രി അല്ലേ. വെരി ഡിസിപ്ലിൻ പീപ്പിൾ. ലോസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. വണ്ടിയിലൊക്കെ 8% മുകളിൽ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ ഫാമിലിയും കൊണ്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമെങ്കിലും അറ്റംപ്റ്റുമായിട്ടൊരു ചാർജ് ചെയ്യും. അതുപോലെ നമ്മൾ ആൾക്കാരെ നോക്കുന്നതും കൈ കൊടുക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. അതെ അതെ, അത്രയും നല്ല റൂൾസ് ആണ്. റൂൾസ് ഉണ്ട്. കാരണം അവർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മിനിമം 20 വർഷം 30 വർഷമൊക്കെയാണ് അകത്ത് പോകുന്നത്. അല്ലെങ്കിൽ 60 വർഷം 120 വർഷമൊക്കെയാണ് ശിക്ഷ. ലൈഫ് അങ്ങ് പോയി കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങണ്ട. ചേട്ടാ മോനെ സിനിമയിലേക്ക് വരാനുള്ള എന്തെങ്കിലും പ്ലാൻ? പുള്ളി അവിടെ ഒരു ഇംഗ്ലീഷ് പടം ചെയ്തു, ഇൻഡിപെൻഡന്റ് ഫിലിം ചെയ്തു. ഇപ്പം ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. മണിസാർ സംസാരിച്ചായിരുന്നു. പക്ഷെ പുള്ളി ആ ക്യാരക്ടറിന് അത്ര ഏജ് ഇല്ലാത്തതുകൊണ്ട് മണിസാർ 12th കഴിയുന്നു. ഇപ്പൊ സ്വന്തമായിട്ടൊരു റിമോട്ട് കൺട്രോൾ എയറോപ്ലെയിൻ ഒക്കെ ഉണ്ടാക്കി പറപ്പിച്ചോണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പുള്ളിക്ക് താല്പര്യം. അല്ലല്ല, ഇടയ്ക്ക് ഇപ്പം കോളേജിൽ കയറി കഴിഞ്ഞാൽ ഒരു സെമിസ്റ്ററിന് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാം. ഒരു സെമിസ്റ്റർ കഴിഞ്ഞ് വേണം ബ്രേക്ക് എടുക്കാം. നല്ല ഓഫർ വരികയാണെങ്കിൽ നമുക്ക് അവനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. പിന്നെ മാർഷൽ ആർട്സ് അറിയാം, ഡാൻസ് ഉണ്ട്, നന്നായിട്ട് പാടും. ആൾക്ക് സിനിമ ഇഷ്ടമാണ്. ഇപ്പൊ ഇഷ്ടമാണ്. ഇളയാളും ആ ഇൻഡിപെൻഡന്റ് പടത്തിൽ അഭിനയിച്ചായിരുന്നു. വരുന്നുണ്ട്. അപ്പൊ ഭാവിയിൽ നമുക്ക് കാണാല്ലേ സ്ക്രീനിലേക്ക്. ഹൈറ്റ് ആയി ആണല്ലേ? ഓ, അപ്പൊ നല്ല ഹൈറ്റ് ആയിരിക്കുമല്ലോ. ഒരു 6'4" കാണും. രണ്ടുപേരും നല്ല ഹൈറ്റ് ഉണ്ട്. രണ്ടുപേർക്കും നല്ല ഹൈറ്റ്. കവർ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് താഴോട്ടോ അല്ലെ? പിന്നെ തീർച്ചയായിട്ടും ഇതാണ് ഒരു ഫേമസ് എല്ലാവരും ഓടി നടന്ന ഒരു കോറിഡോർ. ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് അങ്ങോട്ട് ചാടുക. പണ്ടത്തെ വീട് റോഡിന്റെ സൈഡായിരുന്നു. അതെ, ഇവിടെ ഇങ്ങോട്ടാണ് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകുന്നത്. താഴത്തെ ലിവിംഗ് റൂം ആണല്ലേ? ഇവിടെ ഓക്കെ. വീട് ഈ റോഡ് സൈഡ് ആണെങ്കിൽ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ മൊത്തം പച്ചപ്പും ഹരിതാഭമായിട്ട് നല്ല രസമായിട്ട്, നല്ല തണുപ്പല്ലേ? അതാ, നല്ല കാറ്റും ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കാം, മഴ വന്നാലും സുഖമായിട്ടിരിക്കാം അല്ലേ? ചേട്ടൻ ഇവിടെ കാണുമ്പോൾ ഈ മരമൊക്കെ കാണുമ്പോഴത്തേക്കും മരത്തേൽ പണ്ട് ഓടി കയറി ഓർമ്മ വരും. പിന്നെ മാവിലൊക്കെ ഇഷ്ടം പോലെ കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പേര ഉണ്ടായിരുന്നു. പിന്നെ വാട്ടർ ടാങ്കിന് മുകളിൽ കയറുക, അങ്ങനെയുള്ള പരിപാടികളാണ്. പിന്നെ പറമ്പ് അങ്ങനെ കിടക്കല്ലോ, അപ്പൊ അങ്ങനെ ഓടി കളിക്കാൻ. ഏറ്റവും വലിയ ശത്രു കുപ്പിച്ചില്ലുകളായിരുന്നു. കുപ്പിച്ചില് കൊണ്ട് അതൊരു സംഭവമായിരുന്നു. അങ്ങനെ കുപ്പിച്ചിലൂടെ ഊരിക്കളയും. പിന്നെ അപ്പുറത്ത് കൊണ്ട് ഡിസ്പെൻസറി കൊണ്ട് ഇച്ചിരി മരുന്ന് വെക്കും. ചേട്ടന്റെ പ്രാക്ടീസ് സെഷൻ ടീനേജിലൊക്കെ ഉള്ളത് സ്റ്റാർട്ട് ചെയ്തത് എവിടെന്നായിരുന്നു? അതൊക്കെ ഞാൻ ഇവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്തത്. പിന്നെ എനിക്ക് ജിമ്മുണ്ട്, ചെറിയൊരു ജിമ്മുണ്ടായിരുന്നു. അത് കുറച്ച് വലുതായ ശേഷം ടീനേജ് കഴിഞ്ഞപ്പം സെറ്റപ്പ് ചെയ്ത ജിമ്മാണ് അത്. ഞാൻ ബാംഗ്ലൂരും ഉണ്ടായിരുന്നു, അവിടെ താമസിച്ചപ്പോൾ ഒരു 15 കൊല്ലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പിന്നെ അത് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ പൊൻകോത്ത് കൊണ്ടുവന്നു. ഇവിടെ ഉണ്ട്. പണ്ടത്തെ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ എങ്ങനെ ചേട്ടൻ തനിയെ ഉണ്ടാക്കൂ? ഇല്ല, ഞാനത് ആൾക്കാരെ വെച്ചിട്ട് അന്നത്തെ ഈ മെറ്റൽ കൊല്ലെന്നൊക്കെ പറയില്ലേ, അവരെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിക്കും. ഒരു ഇമാജിനേഷൻ ഉണ്ട്, ഇങ്ങനെ വേണം അങ്ങനെ വേണം. ആ ഇമാജിനേഷൻ വെച്ചിട്ട് അന്ന് റെഡിമെയ്ഡ് ഒന്നും മേടിക്കാൻ കിട്ടത്തുമില്ല, ജിമ്മൊന്നും ഇവിടെ ആരും കണ്ടിട്ടുമില്ല. അപ്പൊ നമ്മളിങ്ങനെ അവിടെ എവിടെയും പടത്തിലൊക്കെ കണ്ടിട്ട് അതിന്റെ ഒരു ഡിസൈനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിക്കുക.
നമുക്ക് സ്പെഷ്യൽ ലെങ്ത് വേണമല്ലോ ബെഞ്ച് പ്രസ്സിനൊക്കെ. വേണമല്ലോ. അതെ, അതൊക്കെ ചെയ്യാം. ചേട്ടൻ ഇതിനോടുള്ള ഇഷ്ടം എങ്ങനെ വന്നു? അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡിംഗ് എന്നുള്ള ഒരു സംഭവം? എങ്ങനെ ബോഡി ബിൽഡിംഗ് അല്ല, ഞാൻ ബോഡി ബിൽഡർ അല്ല, ഞാൻ മാർഷൽ ആർട്ടിസ്റ്റാണ്. ജിം ഉണ്ടെങ്കിലും അത് സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഒരല്പം ഒരു ഫോർമേഷന് വേണ്ടിയുള്ളായിരുന്നു. ബോഡി ബിൽഡിംഗ്, മസിൽ ബിൽഡിംഗ് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. കാരണം അന്നേ എനിക്കറിയായിരുന്നു മസിൽ ബിൽഡിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ ബൾക്കി ആയി പോകും, ഇപ്പോൾ തിന്നായിട്ടിരിക്കത്തില്ല. ഞാൻ ബോഡി ബിൽഡർ ആയിരുന്നെങ്കിൽ ഞാൻ ബൾക്കി ആയി പോകും. അല്ല, അപ്പോഴും അതുപോലെ തന്നെ സിനിമയിലൊക്കെ കണ്ട അതേപോലെ തന്നെ ഇപ്പോഴും ആ പ്രാക്ടീസ് ഒക്കെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോകുന്നു, ഇപ്പം കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ഒരു ഇടയ്ക്ക് ഇല്ലായിരുന്നു, കാരണം ഷോൾഡർ സർജറി കഴിഞ്ഞപ്പോൾ കുറച്ച്. ഇപ്പൊ സുഖമായോ? ഇപ്പൊ എല്ലാം ഓക്കെ. ഇപ്പൊ വീണ്ടും പുഷപ്സും എല്ലാം തുടങ്ങി. ഒരു വർഷത്തേക്ക് പുഷപ്പ് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു, നിർത്തി വെച്ചേക്കുവായിരുന്നു. ഓക്കെ. ഈ മാർഷൽ ആർട്സിനോടുള്ള ഒരു ഇഷ്ടം എങ്ങനെയായിരുന്നു? ആരെങ്കിലും ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഇല്ലായിരുന്നു. ഒരു എങ്ങനെയോ ജന്മന പ്രോബബ്ലി നമ്മളൊക്കെ പണ്ട് കേരളത്തിലെ വല്ല പിന്നെ യോദ്ധാവ് വല്ലോ ആയിരുന്നായിരിക്കും പഴയ ജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തില്. അങ്ങനെയെല്ലാം സംഭവിച്ചായിരിക്കും. ആ ഇഷ്ടം ഇപ്പോഴും ഇങ്ങനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു വാരിയറോ അങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കും. നമുക്ക് പുനർജന്മത്തിലൊന്നും വിശ്വാസമില്ല, എങ്കിലും ആയിരിക്കാം. ഈശ്വരവിശ്വാസിയാണല്ലോ. പിന്നെ ഈശ്വരൻ ഇല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? അന്ന് പിന്നെ ഇല്ലെന്ന് പറയുന്ന ആളെക്കളോട് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അവര് ചോദിക്കും ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ? നമ്മൾ ചോദിക്കും ഇല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഈശ്വരവിശ്വാസം ഇല്ലെന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ലേ? അന്ധവിശ്വാസമാണ്. പിന്നെ അന്ധമായ വിശ്വാസമാണ് ഈശ്വരൻ ഇല്ലെന്നുള്ളത്. ഈശ്വരൻ ഉണ്ടെന്നുള്ളത് അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇതും അന്ധവിശ്വാസം. അതുകൊണ്ട് നമുക്ക് വന്നിരിക്കുന്ന ഈ പ്രകൃതിയുടെ ഒക്കെ ഒരാളെന്ന് വിശ്വസിച്ച് നമ്മൾ ജീവിച്ചു പോകാം, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം. ചേട്ടാ ഇവിടെ ആയിരുന്നല്ലോ പറഞ്ഞത്, കുറെ പിള്ളേർ കാണാൻ വന്നു എന്നൊക്കെ പറഞ്ഞത്. ഇതിനകത്ത് ഈ റൂമിനകത്ത് ലിവിംഗ് റൂം കഴിഞ്ഞ് ബെഡ്റൂമിന്റെ അവിടെ വന്നു, അവിടെ അകത്ത് വരെ എത്തി. ഞാനത് കൊളുത്തിടാൻ മറന്നുപോയാ, ലോക്ക് ചെയ്യാൻ മറന്നുപോയ. അപ്പൊ അതുപോലെയുള്ള ഫാൻസ് ഇതുപോലെ ഇങ്ങനെ കാണാനായിട്ട് ഇഷ്ടംപോലെ ഒരുപാട് അപരന്മാർ ഒരുപാട്. അന്ന് നമ്മൾ ആ സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മളെ പലത് മുടി നീട്ടി വളർത്തി അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങനെ ഒത്തിരി. ഇപ്പോഴും നമ്മളോടുള്ള ഒരു സ്നേഹം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നത്. അതുപോലെ ചേട്ടനെ കാണാനായിട്ട് ഒരാളിന്ന് വന്നിട്ടുണ്ട്, 15 വേൾഡ് റെക്കോർഡൊക്കെ ഉള്ള പുള്ളിയാണ്. പുള്ളി കുറെ നാളായിട്ട് നമ്മളൊന്ന് കാണണം പറഞ്ഞു. ചേട്ടന്റെ ഭയങ്കര കട്ട ഫാനാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാലോ? ഓക്കെ. ആക്ച്വലി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ് കേട്ടോ. സുഖമായിരിക്കുന്നോ? ഒരുപാട് സന്തോഷം. സന്തോഷം. കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു നാളത്തെ ആഗ്രഹമല്ലേ, നമ്മുടെ ഒരു 16-15 വയസ്സുള്ളപ്പോ ഒരു സ്ക്രീനിൽ കാണുന്നത്. അത്രയും നാളത്തെ മുമ്പത്തെ ഒരു ആഗ്രഹമാണ് സാറിനെ കാണുക. അന്നത്തെ ആ ഒരു ജീവിതത്തില് എനിക്ക് ഒരുപാട് ശരീരം ശ്രദ്ധിക്കാനായിട്ടും ഈ മാർഷൽ ആർട്സിനെ കുറിച്ച് കൂടുതലും ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനായിട്ടും ഒരുപാട് സ്വാധീനം ചെലുത്തി. എന്നെ പോലെ യുവാക്കൾ ഒരുപാട് പേർക്ക് ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഹീറോ, ഇൻസ്പിറേഷൻ. നമ്മുടെ ജാക്കി ചാനും ബ്രൂസ്ലിയും ഒക്കെ പോലെ തന്നെ മലയാള സിനിമയിലെ ഒരു ഹീറോ ഇന്നും അതെ കേട്ടോ. ഇന്നും ആ ഒരു ഇത് മറികടക്കാനായിട്ട് ആരും തിരിച്ചു വന്നിട്ടില്ല. ബാബു ആന്റണി എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെയിം എനിക്ക് തോന്നുന്നു ഇനി ഒരു പുതിയ ആള് വരുമോ എന്നുള്ളൊരു പ്രതീക്ഷ. മോനെ കൊണ്ടുവരും ഞാൻ ഉറപ്പായിട്ടും. പറയാൻ പറ്റില്ല കേട്ടോ, ഞാൻ പറയുന്നത്. അപ്പോഴും ചേട്ടന്റെ പേര് കൂടെ വരുന്നുണ്ടല്ലോ. അതെ അതെ, കുഴപ്പമില്ല. പുള്ളി എങ്ങനെയാന്നറിയോ, ഈ നമ്മളീ പിന്നെ പപ്പടമൊക്കെ ചുമ്മാ വെച്ചിട്ട് പൊട്ടിക്കും. ഒരു തേങ്ങ ഒക്കെ ഒരു 10-500 വെച്ചിട്ട് ചുമ്മാ പപ്പടം പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കും. പിന്നെ തേങ്ങ ഒക്കെ എടുത്തിട്ട് ഒറ്റ ഒരു അടിയാണ്, എന്നിട്ട് വെള്ളം എല്ലാവർക്കും കൊള്ളു. ബാബു ചേട്ടാ, ഇങ്ങനെ ഒരാളെ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ഹിറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, തേങ്ങ ഒക്കെ ചുമ്മാ എടുത്ത് ഇങ്ങനെ പൊട്ടിക്കുന്നത് ശക്തി കൊണ്ട് എനിക്ക് തോന്നില്ല. പിന്നെ പിന്നെ പുള്ളി പഞ്ച് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്താൽ ചിലപ്പോൾ എന്റെ കൈ ഒടിഞ്ഞു പോകും. അപ്പൊ ചില ടെക്നിക്കുകൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കീഴ്പ്പെടുത്താൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ ജുജുട്സു എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് ടേക്ക് ഡൗണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്രോസും ഒക്കെ ഉണ്ട്. അത് വലിയ ബുദ്ധിമുട്ടാവും പുള്ളി ചെയ്യാനായിട്ട്, കാരണം പുള്ളിയുടെ ഒരു ശക്തിയും അതെ. പിന്നെ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചു, അതുപോലെ അക്കിഡോയ്ക്കകത്തുള്ള ചില ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ ബോഡി ഫോഴ്സ് യൂസ് ചെയ്തിട്ട് പുള്ളിനെ കഴിഞ്ഞിട്ട് അടിച്ചാൻ വരികയാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് തട്ടിവിടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ റെസ്ലിംഗ് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ് പുള്ളിയുടെ ഇരിക്കുന്നത്. ഏറ്റവും നല്ലത് പുള്ളിയുടെ കൈ പിടി കൊടുക്കരുത്, പിടി കൊടുക്കാതെ മാറി നിന്ന് എവിടെങ്കിലും നല്ല മർമ്മവും പുള്ളിക്ക് അറിയാന്ന് പറയുന്നത്. അതാണെങ്കിൽ 1-2 ടെക്നിക്കുകൾ ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ഈ ഒരു പാർട്ടിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പൊ പുള്ളി അവിടെ നേരെ വരികയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും ചെയ്യാന്ന് ഒന്നെങ്കിൽ ഓടി രക്ഷപ്പെടുക. അവിടുന്ന് ഞാൻ പണ്ടിലെ ഓടിയിട്ടുണ്ട്, കയ്യാലൊക്കെ ചാടി. ഈ പുള്ളി ഒരിക്കലും എന്നെ ഓടി പിടിക്കത്തില്ല. അപ്പൊ ഈ പുള്ളി ഇങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ ആദ്യം മുന്നോട്ട് വരണ്ട, ഇച്ചിരി ബാക്കിലോട്ട് ഇങ്ങനെ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ നമ്മുടെ ഏറ്റവും ലോങ്സ്റ്റ് വെപ്പൺ എന്ന് പറയുന്നത് കാലാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് വരികയാണെങ്കിൽ കണ്ടോ
ഈ ഇവിടെ കിട്ട് തൊഴിക്കാം. പുള്ളി എന്നെ ഇടിക്കാനായിട്ട് വരുന്ന സമയത്ത് വന്നോളൂ കണ്ടോ? അതെ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് പുള്ളി ഞാനിങ്ങനെ ചെയ്യുന്ന ഇവിടെ ബ്ലോക്ക് ചെയ്തെന്ന് വെച്ചു. ബ്ലോക്ക് ചെയ്തു, താഴോട്ട് ബ്ലോക്ക് ചെയ്താൽ ഈ ഒരു ഫോഴ്സില്ലേ ഇങ്ങനല്ലേ പുള്ളിയെ കിട്ടുന്നത്. ഇതുണ്ടോ? ഇവിടെ അടിക്കാം, പിന്നെ ഇവിടെ അടിക്കാം. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം. അത് പിന്നെ ഇങ്ങനെ വന്നിട്ട് പുള്ളി ഇങ്ങനെ വിഷ് ചെയ്താൽ തന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ അടിച്ച് കളരിയുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ ഒരാൾ വരുമ്പം നമ്മൾ അകത്ത് കയറാം. ഇത് ഐക്യഡോ സ്പേസ് കൊടുക്കരുത്. അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളിവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇത് അതെ പിന്നെ ഇവിടെ അടിക്കാം, അതെ ഇവിടെ അടിക്കാം. അതെ. പക്ഷേ അകത്ത് കയറുന്നതിനകത്ത് വലിയൊരു റിസ്ക് കൂടെ ഉണ്ട്, ഭയങ്കര റിസ്ക് ഉണ്ട്. ഇപ്പോൾ പുള്ളി അകത്ത് കയറിയെന്ന് വിചാരിച്ചു. എന്നിട്ട് കയറി കഴിഞ്ഞാൽ കയറുമ്പം പരിചയമുള്ള ആൾക്കാർ കയറുകയാണെങ്കിൽ ഇതുണ്ടോ കയറുകയല്ലേ, ഇതുണ്ടോ ഇങ്ങനെ ലോക്ക് ചെയ്യാം. ഇവിടെ ലോക്ക് ചെയ്യാം. ഇത് ഡെഡ് ലോക്ക് എന്ന് പറയും. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, ലോക്കായി. ഇങ്ങനെ പിടിച്ച് പണിയാ. അപ്പൊ ഈ പുള്ളി എന്നെ പിടിക്കാന്ന് വിചാരിച്ചു, ലോക്കിൽ പിടിച്ചെന്ന് വിചാരിച്ചു ഒരു രക്ഷയില്ല. കാരണം അതുപോലെ തേങ്ങയൊക്കെ ചുമ്മാ പൊട്ടിക്കുന്ന പാർട്ടിയാ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതുണ്ട് അവിടെ പിടിച്ച് സ്ക്യൂസ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ വേറൊരു ടെക്നിക്ക് ഉള്ളത്, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് പിടിച്ചോളൂ. ഈ അണിവരലുണ്ടല്ലോ, ഇത് പിടിച്ചിട്ട് ഒടിച്ചു കളയാം. പിടിച്ചിങ്ങനെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. നീ രണ്ടുപേരും ഇത് അറിയാവുന്നവരാണെങ്കിൽ രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ ഓരോ ടെക്നിക്ക് മാറി മാറി ഉപയോഗിച്ച് രക്ഷപ്പെടാം. ഇവരുടെ രണ്ടുപേരും നടുക്ക് പെട്ട അവസ്ഥയാണ്. പിന്നെ ആണെങ്കിൽ ചേട്ടന്റെ സ്റ്റണ്ടൊക്കെ നമ്മൾ ടിവിയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അത് ലോങ്ങസ്റ്റ് വെപ്പൺ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വെപ്പൺ വരാതെ നമ്മുടെ അടുത്തോട്ട് വരാതെ, പിന്നെ വന്നാൽ തന്നെ അതിനുള്ള ലോക്കും കാര്യങ്ങളും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വന്നില്ല. അപ്പൊ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനല്ലേ പോകുന്നത്. ഈ പുള്ളി എന്തെങ്കിലും ചെയ്യുന്നതിനും ഇതേ ഈ കാലിങ്ങനെ തട്ടിയാൽ മതി. ബാലൻസ്. ഇതായിരുന്നു നമ്മുടെ ബെഡ്റൂം. പിന്നെ അത് ലിവിങ് റൂം ആയിരുന്നു. അപ്പൊ അവിടെ കുറെ പണ്ടത്തെ പിള്ളേരുടെ തൊട്ടിയും അതെല്ലാം ഇങ്ങനെ സാധനങ്ങളെല്ലാം വെച്ച് കൂട്ടത്തിലൊരു സാധനം കിട്ടിയത് ഇത് LD എന്ന് പറയും. അതായത് DVD ഇറങ്ങുന്നതിന് മുമ്പ് ഉള്ള സാധനമാണ്. ഞാൻ കണ്ടിട്ടില്ല. ആണോ? അത് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ തൊട്ട് തല വെക്കണം ഇങ്ങനെ. ഇവിടെ ആയിരുന്നു മറ്റേ ആ പിള്ളേര് വന്ന് നിന്നു പറഞ്ഞ സ്ഥലം. ഇവിടെ ഈ കട്ടിലായിരുന്നു. ഈ കട്ടിൽ ഇങ്ങനെ സെന്ററിൽ ഇട്ടിരിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ ചുറ്റും പിള്ളേര് കുഞ്ഞുങ്ങളെ പോലെ വന്ന് നിൽക്കുന്നത്. അതെ. ഇത് ബാംഗ്ലൂര് കർണാടകയിൽ ഒരു ട്രൈബ്സ് ഉണ്ട്, ആഫ്രിക്കയിൽ നിന്ന് വന്നവരാ. അവര് ചെയ്തതാ. ചേച്ചി പിള്ളേരും ഒക്കെ ആയിട്ട് 9 വർഷം ഇവിടെ ആയിരുന്നല്ലോ. അപ്പൊ ചേച്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഈ ഗ്രാമത്തില് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ട് പിന്നെ ഏകദേശം ഒരു 9 വർഷം കഴിഞ്ഞപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പറഞ്ഞു. കാരണം സംസാരിക്കാനൊന്നും ആളുമില്ല. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഫ്രീഡം ഇല്ല. പുറത്തിറങ്ങി ഷോപ്പിങ്ങിന് പോയാലും ആൾക്കാർ കൂടിയിട്ട് സെലിബ്രിറ്റി ലൈഫ് ഉള്ളത് അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തീരുമാനിച്ച അപ്പം ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ അവിടെ കൊണ്ട് സെറ്റിൽ ചെയ്യിച്ചു. കാരണം എനിക്ക് ഇവിടെ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരിവിടെ ലോസ്റ്റ് ആയി പോകും. അവർക്കിവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് കണ്ടിട്ട് അവിടെ അപ്പൊ തന്നെ ഒരു വീടൊക്കെ മേടിച്ച് ഒരു 2014 അവിടെ സെറ്റിൽ ആക്കി. ഇപ്പൊ അവരോട് ഹാപ്പി ആയിട്ട് നമ്മളെ മിസ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പൊ അവരവിടെയും ചേട്ടൻ ഇവിടെയും ഉള്ള ഞാനിങ്ങനെ ട്രാവൽ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോയോണ്ടിരിക്കും. ഞാൻ അവിടെ ഇല്ലാത്തോണ്ട് ഡിപ്രഷൻ തുടങ്ങിയെന്നാ പറഞ്ഞു. നേരത്തെ നാട്ടിൽ വന്നതിന് ഡിപ്രഷൻ ആയിരുന്നു. ഞാൻ അവിടെ ഇല്ലാത്ത ഡിപ്രഷൻ. മലയാളം പഠിച്ചില്ലേ? അത്യാവശ്യം മനസ്സിലാവും. ആണല്ലേ? അല്ല ഇവിടെ 9 years ആണ്. പുറത്തധികം കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇംഗ്ലീഷ് പറയും, സംസാരിക്കുന്നത്. മക്കളൊക്കെ മൂത്തവന് മലയാളം ഇപ്പോഴും പറയാൻ അറിയാം. മലയാളം മറന്നു തുടങ്ങി. പക്ഷെ ആളാണ് ഇവിടെ ജനിച്ചത്. അവര് ഓടിക്കളിച്ച് നടന്ന സ്ഥലം. പിന്നെ അങ്ങപ്പുറത്ത് വരാന്തയുണ്ട്. പിന്നെ അവിടെ ടോയ്ലറ്റും ബാത്റൂമും. പിന്നെ അതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ എന്റെ ജിം, പേഴ്സണൽ ജിം. ഞാൻ അതിലേക്ക് കടക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു ജിമ്മിനെ കുറിച്ച്. നമുക്ക് അടുത്ത് വരാന്ത അല്ലേ? നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയാലോ? ഇങ്ങോട്ടിപ്പം ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന ഇവിടെ എനിക്കൊരു ചെയർ ഉണ്ടായിരുന്നു. അവിടെ ഞാനിരുന്ന് അവിടെ ഫോണൊക്കെ വെച്ച്. പിന്നെ ഇവിടെ കംപ്ലീറ്റ് കാർപ്പറ്റ് ഇട്ടായിരുന്നു. പിള്ളേർ ഓടി കളിക്കുമ്പോൾ വീടായിരിക്കാൻ. ഇത് ഓപ്പൺ ആയിരുന്നു. ഞാനിവിടെ ഈ ഗ്രില്ല് പിടിപ്പിച്ചു. അത് പിന്നെ പിടിപ്പിച്ചു. കാരണം ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഈ ഡോറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പിള്ളേർക്ക് ചാടിപ്പോയിരിക്കാൻ. ആ സമയത്ത് കുഞ്ഞു പിള്ളേരാകുമ്പോൾ ഓടി കളിക്കുമല്ലോ. അതെ. ഇടയ്ക്ക് മുറ്റത്തിറക്കി വിടുമായിരുന്നു. നമ്മൾ നോക്കും, അല്ലാത്തപ്പോൾ ഇറങ്ങി പോയിരിക്കാൻ വേണ്ടി. പിന്നെ ഇത് ഞാൻ
കാല് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാല് പൊക്കി വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടനായിട്ട് ഉണ്ടാക്കിയതാണോ? ഞാനത് ഉണ്ടാക്കിയെടുത്തു. അന്നൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിക്കാൻ കിട്ടത്തില്ലായിരുന്നു. ഓരോന്നിങ്ങനെ ഇമാജിൻ ചെയ്ത് ഓരോന്നിങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഇങ്ങനെ ഒരു 40 years ബാക്ക് ചേട്ടൻ തന്നെ സെറ്റ് ചെയ്ത എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും നാള് മുമ്പ് ജിം എന്നുള്ളൊരു വാക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം അത്ര ഹെൽത്ത് കോൺഷ്യസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്ക്ഔട്ട്സിനെ പറ്റിയൊന്നും ആർക്കും ഒരു വലിയ ധാരണ ഇല്ലാത്തൊരു സമയമാണ്. അപ്പൊ ഈ ജിം കാണാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്, അവർക്കും ഉണ്ടാവും. ഒരുപാട് പഴയ എക്യുപ്മെന്റ്സ് ആണ്. റെഡിമെയ്ഡ് അന്നൊന്നും ഇങ്ങനെ റെഡിമെയ്ഡ് ഒന്നും കിട്ടത്തില്ല. ഞാനിത് ആൾക്കാരെ കൊണ്ട് കൊല്ലന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വെൽഡേഴ്സ് ഒക്കെ ഉണ്ട്, അവരെ കൊണ്ടൊക്കെ പറഞ്ഞ് കസ്റ്റം ബിൽഡ് ചെയ്ത് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യിച്ചെടുത്തതാണ്. ഇത് ഞാൻ ബാംഗ്ലൂർ താമസിച്ചും ബാംഗ്ലൂർ കൊണ്ടുവരുന്നു. അവിടെ ഒരു 15 കൊല്ലം ഉപയോഗിച്ചു. തിരിച്ചു വന്നപ്പോൾ പിന്നെ ഇവിടെയും കൊണ്ടുവന്നു. അപ്പം വളരെ എന്താ പറയുന്നത് ഓൾഡ് ടൈപ്പ് എക്യുപ്മെന്റ്സ് ആണ്, പക്ഷേ വർക്ക് ചെയ്യും. ഇവിടെ സ്റ്റേ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുവന്ന് ഇതാണ് ജിം. പഴയ നൺചാക്സ് ആണ്, ഇതൊക്കെ പൊട്ടിത്തെറിച്ച് കിടക്കുവാണ്. 2 വന്ന് ഉപയോഗിക്കാൻ എക്സസൈസിന് വേണ്ടിയിട്ട്. പിന്നെ 40-45 years ഓൾഡായിട്ട് ഒരു നൺചാക്ക് എൻ്റെ കയ്യിലുണ്ട്. അത് ഒറിജിനൽ വുഡിൽ. പിന്നെ അന്നത്തെ ഉണ്ടോ പഴയ സൈക്കിളാണ്. ഇതൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് ബെഞ്ച് പ്രസ് ആണ്. ഇത് ലെഗ് കേൾസ് ഒക്കെയാണ്. ഇപ്പോൾ കാലിൻ്റെ ലെഗ് എക്സ്റ്റൻഷൻ എന്ന് പറയും, അതൊക്കെ ചെയ്യാം കാലിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇത് ഡംബൽ ചെയ്യാനായിട്ട് ഇരുന്നിട്ട് ഡംബിൾ ചെയ്യാനുള്ളത്. ഞാനൊരു ബോഡി ബിൽഡർ അല്ലായിരുന്നു, ജസ്റ്റ് സ്ട്രെങ്ത് ചെയ്യാമെന്ന് മാത്രമേ. പിന്നെ ഡബിൾ ബാർ ഉണ്ടല്ലോ, ഇത് ഇത് ഇതിങ്ങനെ വെച്ചിട്ട് പേടിക്കണ്ട, എന്റെ കാലോടം വരെ എത്തുമെന്ന് എനിക്കറിയാം. പിന്നെ ഇത് മറ്റേ പുള്ളപ്പ് ബാർ അത് കാണിച്ചു തരാം. പുള്ളപ്പ് ബാർ ഇത് 2 ഉണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, ചെറുതുണ്ട് ഇന്നിവിടെ. ഇവിടെ എനിക്ക് കറക്റ്റ് ലെങ്താണ്. ഇതുണ്ട്, ഇത് ഷോൾഡർ സർജറി കഴിഞ്ഞുകൊണ്ട് ആയിട്ടില്ല, കുറച്ചുകൂടെ ട്രെയിനിങ് വേണം. മോനെ ഞാൻ ചെറുപ്പം തൊട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ബെൽറ്റ് ആണ്, അവനിപ്പം ബ്ലാക്ക് ബെൽറ്റ് ആണ് MMA മിക്സ് മാർഷൽ ആർട്സിൽ. ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരും, ഒരാള് ബ്രൗൺ ആണ് ഒരാൾ ബ്ലാക്ക് ആണ്. അപ്പൊ ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു കങ്ഫു മാസ്റ്ററിനെ, ഒരു ഒതന്റിക് ചൈനീസ് കങ്ഫു മാസ്റ്ററിനെ ഏൽപ്പിച്ചിരിക്കുക. അവര് പ്രോപ്പറായിട്ട് ഇതുപോലെ ഡയറ്റും ജിം ഒക്കെ നോക്കുന്ന ആളുകളൊക്കെ നോക്കിയാണ് എല്ലാം ജിമ്മിൽ പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ വൈഫും പോകാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകുന്നില്ല. 3 പേരാ. നേരത്തെ ഒരാളെ പേടിച്ചാൽ മതി, 3 പേരായി. അത് ബാക്കി 3 പേരും ഭയങ്കര ഫിറ്റ് ആയിട്ട് ഇരിക്കുമ്പോ ചേച്ചിക്കും തോന്നി കാണും ഞാൻ സെറ്റ് ആയിട്ട്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരു താല്പര്യമുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഇത് പഴയ ടൈപ്പ് ഡംബിൾസ് ആണ്, നമ്മുടെ ആദ്യത്തെ ഡംബിൾസ് ആണ്. അത് കാരണം ഇന്നത്തെ പോലത്തെ നല്ല സ്റ്റൈലും സാധനം ഒന്നും ഒന്നില്ലായിരുന്നു. ഇതൊക്കെ കാസ്റ്റ് ആണോ അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. ഇപ്പൊ നമുക്ക് വേഗം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം. അല്ല, ഇത് മേടിക്കാൻ കിട്ടുമായിരുന്നു, ഇങ്ങനത്തെ കിട്ടുമായിരുന്നു. മറ്റേ മല്ലന്മാരൊക്കെ ഉണ്ടല്ലോ റെസ്ലിംഗ് ഒക്കെ എനിക്ക് എങ്ങാണ്ടൊന്നും ഇവിടെ ഇല്ല, കേരളത്തിലൊന്നും ഇല്ലായിരുന്നു. വേറെ എങ്ങാണ്ടൊക്കെ മേടിച്ച് പുറത്തുനിന്ന് കൊണ്ടുവന്നോ? അതിനോടുള്ള അത്ര ഇഷ്ടം ബാംഗ്ലൂരിൽ നിന്നൊക്കെ വണ്ടിയെ വരുമ്പോഴേ കൊണ്ടുവരുന്നതാണ്. ഓക്കെ ചേട്ടാ, നമ്മൾ ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ അറിഞ്ഞു. US എങ്ങനെയായിരുന്നു? US ഒരു ദിനചര്യ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഞാൻ എഴുന്നേക്കും ഒരു 5:36 ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും. രാത്രിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോൾസ് ഇന്ത്യയിൽ നിന്ന് വരും, കഥകൾ പറയാനും ഡേറ്റിൻ്റെ കാര്യത്തിനൊക്കെ. അപ്പോൾ രാത്രി ഞാൻ കിടക്കുമ്പോൾ ഇച്ചിരി ലേറ്റ് ആവും, അല്ലെങ്കിൽ ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഈ കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്യും. പിന്നെ ഒരു 6 മണി 6:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങും. അങ്ങനെയാണ്. പിന്നെ പിള്ളേരൊരു 6:30 ആകുമ്പോൾ സ്കൂളിൽ പോകും. അലക്സ് ഒരു 8:30 ആകുമ്പോൾ സ്കൂളിൽ പോകും. അപ്പോൾ പുള്ളിക്കാരി ഒരു 5-5:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ട് പിള്ളേരൊക്കെ സ്കൂളിൽ വിടുന്ന പരിപാടി എനിക്ക് പോകും. പിന്നെ അതെല്ലാം വിട്ട് പുള്ളിക്കാരി ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ പുള്ളിക്കാരി ലഞ്ച് ഉണ്ടാക്കും. ലഞ്ച് എന്ന് പറയുമ്പോൾ എനിക്ക് ലഞ്ച് കേരള ടൈപ്പ് ലഞ്ചാണ്. ഉച്ചയ്ക്ക് ചോറ് വേണം നിർബന്ധമാണ് അങ്ങനൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരി അതായത് ചോറും തോരൻ കറിയും ഫിഷ് കറി അല്ല ചിക്കൻ കറി പിന്നെ കാച്ചിമോര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുള്ളി എനിക്ക് വേണ്ടി റെഡിയാക്കും. എല്ലാം പഠിച്ചു. അമ്മച്ചിയുടെ എല്ലാം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു ഈവനിങ് ആകുമ്പോൾ ഒരു ചെറിയൊരു ടീയും കാര്യങ്ങളും. പിന്നെ ഡിന്നർ പക്ക അവിടുത്തെ കുസീനാണ്, അമേരിക്കൻ
ഒന്നെങ്കിലും പിള്ളേർക്ക് പിസ്സ. പിള്ളേർക്കും ആർത്തറിന് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻ. അതാ ചോദിക്കാം. ഭയങ്കര ഇഷ്ടമാണ് ചോറും കറികളും ഈ എരിവുള്ള സാധനങ്ങളൊക്കെ. അവന് ഭയങ്കരമായിട്ട്. മറ്റവന് അത് പറ്റത്തില്ല. പുള്ളിക്കാരിക്കും സ്പൈസ് പറ്റത്തില്ല. കാരണം കഴിഞ്ഞ ആഴ്ച പുള്ളി വയറെല്ലാം, കാരണം അവർ ജീവിതത്തിൽ സ്പൈസ് കണ്ടിട്ടില്ല. ആകെ കണ്ട സ്പൈസ് എന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. ഈ കുറച്ച് വെതറുന്നത്. പിന്നെ ഈ ഇതുണ്ടല്ലോ, ഈ മസാലയൊന്നും അവർ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഷീ ഗോട്ട് യൂസ് ടു ഇറ്റ്. പക്ഷെ പുള്ളി കഴിക്കത്തില്ല. പുള്ളി കഴിച്ചു കഴിഞ്ഞാൽ പുള്ളി എഗ്രി ചെയ്തില്ല. ഇവർ വോണ്ട് എഗ്രി വിത്ത് ദ സ്റ്റൊമക്ക്. ഇത്രയും വർഷങ്ങൾ കഴിക്കാത്ത സാധനമല്ല. അതെ അതെ. പിന്നെ ഈവനിങ്ങിൽ എനിക്ക് മാർഷൽ ആർട്ട് സ്കൂൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഉള്ളപ്പോൾ ഞാനും ആർത്തറും കൂടെ ഈവനിങ്ങിൽ ഓൾമോസ്റ്റ് 4 days a week അവിടെ പോയി പഠിപ്പിക്കുമായിരുന്നു. പ്രാക്ടീസ് ചെയ്യാൻ പഠിപ്പിക്കും. പിന്നെ പിള്ളേരെ ഞാൻ ട്രെയിൻ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ അങ്ങ് സമയം പോകും. പിന്നെ ഇടയ്ക്ക് ജിമ്മുണ്ട് അവിടെ. അപ്പോൾ ആ ജിമ്മിലേക്ക് പോകും. വീട്ടിൽ ജിമ്മില്ല, അവിടെ നമ്മുടെ റെസിഡൻസിൽ തന്നെ 3-4 നല്ല ബ്യൂട്ടിഫുൾ ജിമ്മുണ്ട്. ഹ്യൂജ് ഏരിയയായി, ഒരുപാട് പൂളുകളും നല്ല മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയ. അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കെല്ലാം സെറ്റപ്പ്. ലൈഫ് ഇസ് വെരി കംഫർട്ടബിൾ. ഇപ്പോൾ ഡ്രൈവ് ചെയ്യാനാണെങ്കിലും റോഡൊക്കെ നല്ല വലിയ റോഡുകളും ഹൈവേസും. അപ്പോൾ ഇതുപോലെ നമുക്ക് കഷ്ടപ്പാടില്ല. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് എല്ലാം ഫാമിലീസാണ്. അപ്പം അവിടെ മലയാളികൾ ആരും ഇല്ല ഞങ്ങളുടെ ഏരിയയിലില്ല. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ആളുകൾ കാണാൻ വരുന്നോ അത്ര വലിയ അങ്ങനെ വരാറില്ല. കാരണം എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്താലും ഞാൻ ഹ്യൂസ്റ്റൺ ആയിരുന്നു. അപ്പൊ അതൊരു വൈഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഹ്യൂസ്റ്റൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരുപാട് ചെറിയ ചെറിയ ഏരിയകളുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും എന്നാലും ചില ആൾക്കാർ അന്വേഷിച്ച് വന്ന്, പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇതുണ്ട്. അങ്ങനെയൊന്നും വിളിക്കാതെ ഒന്നും ആരും വരത്തില്ല. എന്നാലും അറിയിച്ചിട്ട് ടൈമൊക്കെ പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ വരുള്ളൂ. ആ ഒരു കൾച്ചർ നമ്മൾ മലയാളികളും ഫോളോ ചെയ്യും. ഈ പറഞ്ഞ പോലെ ഇവിടെ എല്ലാവർക്കും ഫാൻ എന്നൊക്കെ കാണുമ്പോൾ, അതായത് സെലിബ്രിറ്റിനെ കാണുമ്പോൾ തന്നെയാണ് ആ സന്തോഷത്തിന്റെ പുറത്ത്. നമ്മൾ കടയിൽ പോകുമ്പോഴൊക്കെ ആൾക്കാർ ഓടി വരും. കാരണം ഞാൻ ഈ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാം ചെയ്യുന്ന ആളല്ലേ, എല്ലാ ഭാഷകളും. അപ്പോൾ ഓടി വന്ന് ഒരു ഫോട്ടോ എടുക്കും. അവിടത്തുള്ള കടകളിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇയാൾ ആരും നോക്കും. സെലിബ്രിറ്റി എന്താ സംഭവം മനസ്സിലാവുന്നില്ലല്ലോ. അതെ അതെ. അങ്ങനെ ലൈഫ് ഈസ് ഓക്കെ, ഗുഡ്. കുറെ നേരം എന്നെ ബുദ്ധിമുട്ടിച്ചല്ലേ. പിന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചു പോകുന്നതിന് ഞാൻ അങ്ങോട്ടൊരു ബുദ്ധിമുട്ട് തന്നെ എടുത്തു നോക്കി. ഒരു 15 കിലോ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല. അതിങ്ങനെ ഒന്ന് ചെയ്ത് ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സപ്പോർട്ട് വേണം. അയ്യോ ഇത് കുഴപ്പമില്ല, നല്ല പണിയാണ് കിട്ടിയത്. അമ്മ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. സൈക്കിളെ കയറിട്ടൊന്ന് ചവിട്ടിക്കും. വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഓക്കെയാ. അത് ഓക്കെയാണ്. ഇത് കൂട്ടട്ടെ, റെസ്ട്രിക്ഷൻ കൂട്ടാൻ പോവാ. ഇനി എന്ത് ചവിട്ടി റെസിസ്റ്റൻസ് കൂട്ടി. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പഴയതാന്ന് വിചാരിച്ചു, ഇതൊന്നും ഇല്ലെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചായിരുന്നു. ഇതൊക്കെ ഇത് റെഡിമെയ്ഡ് വാങ്ങിച്ച ദുബായിൽ നിന്ന് വാങ്ങാണ്ട് ആരാണ് എനിക്ക് കൊണ്ട് തന്നതാണ്. നമ്മൾ ഈ ഇങ്ങനെ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ ജിമ്മൊക്കെ ഉള്ള ആളുകളുടെ അടുത്തോട്ട് വരുമ്പോ ഇച്ചിരി സൂക്ഷിക്കണം. കോഷനായിട്ട് എഴുതി കാണിക്കണം, പ്രത്യേകിച്ച് ആംഗസ്. ഇതിന് വേറെ സാധനങ്ങളുണ്ടോ? വേണമെന്ന് എടുത്തു നോക്കിയാൽ. അത് വേണമെന്നില്ല, എടുത്തു നോക്കാതെ. ദൈവമേ, ബെഞ്ച് പ്രസിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറുത് മതി. അല്ല ചെറുതല്ല, വലുതാ, വലിയ. അയ്യോ അയ്യോ, പോട്ട് പോട്ട് കൊണ്ട് പറ്റും. ചേട്ടാ 90s ഞങ്ങൾ കണ്ട ഒരു ബാബു ആന്റണി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കാം. ആ ഒരു മിസ്സിംഗ് ഫീൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കാം. ഇടുക്കി ഗോൾഡ്, ഗ്രാൻഡ് മാസ്റ്റർ, പിന്നെ RDXലെ ലാസ്റ്റ് സീനൊക്കെ എല്ലാവരും തിയേറ്ററിൽ അത്രയും ഒരു കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു സീൻ തന്നെയാണ്. കായംകുളം കൊച്ചുണ്ണി. ഇനി അങ്ങനത്തെ അത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് മാസ്റ്റർ തൊട്ട് നമുക്ക് ഗൈഡ് കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു തമിഴിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പടത്തിന് ഗൈഡ് കിട്ടിയാൽ ഇമ്മീഡിയറ്റ് അടുത്ത പടം വരും, ഹീറോയാണ്. ഇവിടെ എത്രയും ഗൈഡ് കിട്ടിയിട്ട് ആൾക്കാർ പിന്നെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഫാൻസിന് നമ്മളുള്ള സ്നേഹം കൊണ്ട് കിട്ടുന്ന ഗൈഡ് എപ്പോഴും നമുക്കൊരു ചേട്ടൻ എപ്പോഴെങ്കിലും ഡയറക്ഷൻ ചെയ്യണമെന്നൊരു തോട്ടാണ്. ഞാനൊരു ഈ പറഞ്ഞ പോലെ ഒരു 10-20 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു കഥയും സംഭവമുണ്ട്. ഞാൻ ടെമ്പറലി അതിന് ടൈറ്റിൽ ചെയ്തിരിക്കുന്ന പിയാനോ എന്നാണ്. അപ്പോൾ അന്ന് അതിനകത്ത് ഒരു
ഹീറോ വേണമായിരുന്നു. അതായത് ഒരു 6 അടി 3 ഇഞ്ച് പൊക്കവും ഒരു ഇന്ത്യനും ഒരു ബ്രിട്ടീഷുകാരിക്കും ഉണ്ടാകുന്ന ഒരു പയ്യൻ. അപ്പോൾ ഞാനത് ഒത്തിരി തപ്പിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതൊക്കെ കിട്ടാതെ വന്നപ്പോൾ പിന്നെ പടങ്ങളൊന്നും നടന്നില്ല. പിന്നെ പ്രൊഡ്യൂസർ വന്നപ്പോൾ സ്ക്രിപ്റ്റ് ശരിയായില്ല. അതൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പൃഥ്വിരാജിനെ വരെയൊക്കെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പം ഒരു ലണ്ടനിൽ നിന്നൊരു പയ്യൻ വരുന്നതാണ് കഥ തുടങ്ങുന്നത്. 4 ദിവസം വർക്കുള്ളൂ. അപ്പം വന്നു ഇപ്പോൾ അവസാനം നമ്മുടെ മോൻ കറക്റ്റാണ്, നിമിത്തമാണെന്ന് പറയാം. അപ്പോൾ എപ്പോഴും ഒരു 3-4 വർഷത്തിനുള്ളിൽ ഞാനത് ചെയ്യും. എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. ചേച്ചി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഈ കഥയിൽ? ഇല്ല, പുള്ളിയെ കാണുന്നതിന് മുമ്പ് ഞാൻ ഒരു പിയാനിസ്റ്റിനെയാണ് പ്രേമിക്കുന്നത്. പക്ഷെ പുള്ളിയെ കാണുന്നതിന് മുമ്പ് ഞാൻ എഴുതിയ കഥയാണത്. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു. അതായത് ഈ ഹീറോയിനെ മീറ്റ് ചെയ്യുന്ന പിയാനോ വായിക്കുമ്പോഴാണ് ഈ ഹീറോ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ കഥ എഴുതിയിരുന്നത്. അത് കഴിഞ്ഞൊരു 10-15 വർഷം കഴിഞ്ഞപ്പം അല്ലെങ്കിൽ എല്ലാ സമയം കഴിഞ്ഞപ്പം ഞാൻ ഈ പുള്ളിക്കാരി പിയാനോ വായിക്കുന്നത് കണ്ടു. അങ്ങനെയാണ് ഞാൻ ഐ ഫെൽ ഇൻ ലവ്. പക്ഷേ ഈ കഥയായിട്ട് കണക്ഷൻ അല്ല, റിയൽ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. റിയൽ ലൈഫും തമ്മിൽ എവിടേക്കൊക്കെ കണക്റ്റഡ് ആവുന്നുണ്ട് അല്ലേ? ചേട്ടാ ഇത്രയും സമയം ഇവിടെ വന്നു, ചേട്ടന്റെ കൂടെ ഈ വീടും ഇവിടുത്തെ പഴയ കാര്യങ്ങളും ആ തറവാടും എല്ലാം കാണാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്പറൊക്കെ എടുത്ത് കൈ ഒടിഞ്ഞില്ലല്ലോ? ഇല്ല